ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. രാവിലെ സിമ്പിളായിട്ട് പണിക്ക് പോകണം, വൈകുന്നേരം വീട്ടിൽ വരുന്നു. ഞാൻ MBA ഫിനാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഓൾമോസ്റ്റ് 2 ഇയർ ഞാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ജോലി ചെയ്തതല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തു. വീട്ടുകാർ പിന്നെ എല്ലാത്തിനും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടാണ്. അതിപ്പോൾ ഞാൻ എന്ത് തീരുമാനിക്കണം അതിൻ്റെ കൂടെ അവർ ഭയങ്കര സപ്പോർട്ടാണ്. നിനക്ക് തോന്നണത് നീ ചെയ്യുക, അത് നിനക്ക് ഗുണമുള്ളതാവണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നന്നായി കാണണം എന്നുള്ളൊരു വിചാരം മാത്രമേ അവർക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആദ്യത്തെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു മൈൻഡായിരുന്നു ആദ്യം. പുറത്ത് പോകാനായിട്ട് യൂറോപ്പിൽ പോകാനൊക്കെ നോക്കിയിരുന്നു. അവിടുന്ന് പെർമിറ്റൊക്കെ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് റിജക്ഷൻസ് ഒക്കെ കിട്ടി. അപ്പോൾ പിന്നെ 2 വട്ടമൊക്കെ ആയപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ ശരിക്കും ചിന്തിച്ചു തുടങ്ങിയത് ഇതിനെക്കുറിച്ച്. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് ഓരോ നമുക്ക് ഈ നാട്ടിൽ തന്നെ ബെറ്റർ ആയിട്ട് ഒരു ജോലി കിട്ടാനുള്ള ഒരു ഫീൽഡ് ഏതാണെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ ഫീൽഡിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ അതിനായിട്ട് കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ നമ്മൾ എന്ത് സെർച്ച് ചെയ്താൽ നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഓരോ സജഷൻസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാമറി സ്പാർക്കിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആഡ് കണ്ടതും. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കാമറി സ്പാർക്കാണ്. ബിക്കോസ് ഇവിടെ ആകുമ്പോൾ നമുക്ക് പ്ലേസ്മെൻറ്റ് ഷുവർ പറയുന്നുണ്ട്. പിന്നെ അവർ തന്നെ ഹോസ്പിറ്റലിലെ സോഫ്റ്റ്വെയർ നമുക്ക് പ്രാക്ടീസ് തരുന്നുണ്ട്. സോ ഐ ചൂസ് കാമറി സ്പാർക്ക്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് തിയറി ട്രെയിനിങ് മാത്രമാണ് തരുന്നത്. ആ ജോബ് എങ്ങനെ വന്നാലും ഒരു ജോബ് ശരിയാക്കി തരുന്നതെന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരു 2 മന്തിനുള്ളിൽ തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നു. എൻ്റെ പേര് രാഹുൽ. ഞാനിവിടെ CWC മലപ്പുറം ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്.